തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്നാണ് ഇന്ത്യയുടെ ബഹിരാകാശ കുതിപ്പിന്റെ തുടക്കം. തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നാണ് നിക്കി അപ്പാച്ചെ എന്ന പരീക്ഷണ റോക്കറ്റ് ISRO വിക്ഷേപിച്ചത്. 1963 നവംബർ 21 വൈകിട്ട് 6:25 വിക്ഷേപണം. ഞാൻ ജോയിൻ ചെയ്തപ്പം ഞങ്ങൾ അവിടെ വലിയ ബിൽഡിങ്സോ കാര്യങ്ങളോ ഇന്നത്തെ നിങ്ങൾ കാണുന്ന ഒരു ഫെസിലിറ്റീസും ഇല്ല. ഒന്നാമത് അവിടെ ഒരു മാഗ്ഡലിൻ ചർച്ചുണ്ട്, പിന്നെ ഒരു ബിഷപ്പ് ഹൗസ് ഉണ്ട്, ഒരു സ്കൂൾ ബിൽഡിംഗ് ഉണ്ട്. ഈ 3 ബിൽഡിങ്ങുമാണ് മൊത്തത്തിലവിടെ ബിൽഡിംഗ് എന്ന് പറയുന്ന അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ഡയറക്ടർ ഓഫ് ടെൽസ് അങ്ങയുടെ ഓഫീസും പിന്നെ കലാമിൻ്റെ ഓഫീസും ഇന്ത്യ ബിഷപ്പ് ഹൗസിലാണ്. ഞാനപ്പോൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഉദ്ദേശം ഒരു ടെൽസിനകത്ത് കലാം സാർ ഉൾപ്പെടെ ഒരു 23 or 26% ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ISROയിൽ 26,000 കാണുമെന്ന് തോന്നുന്നു. ഇറ്റ് ഹസ് ഗ്രോൺ ടു ശ്രീഹരിക്കോട്ട, ബാംഗ്ലൂർ, മഹേന്ദ്രഗിരി, വട്ടിയൂർക്കാവ്, അഹമ്മദാബാദ്, എല്ലാ സ്ഥലങ്ങളും ഇന്ന് വളർന്നിട്ടുണ്ട്. സോ ഫ്രം ദറ്റ് 23 people with only 3 buildings, today we have grown to a level of launching geosynchronous launch vehicle. അതിന് ഓർക്കുമ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിംഗ് സ്റ്റേഷനിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നാസയുടേതും പരീക്ഷണ ദൌത്യം ഫ്രാൻസിന്റേതുമായിരുന്നു. ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയ ചന്ദ്രയാൻ ദൌത്യവും ചൊവ്വയിലേക്കുള്ള മംഗൾയാൻ ദൌത്യവും വിജയകരമായ സന്ദർഭത്തിലാണ് ആദ്യ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ 50ാം വാർഷികമെന്നതും ശ്രദ്ധേയമാണ്. വാർഷിക ദിനത്തിൽ തുമ്പയിലെ അതേ വിക്ഷേപണത്തറയിൽ നിന്ന് സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിക്ഷേപണം പൊതുജനങ്ങൾക്കും കാണാൻ അവസരമുണ്ടായിരിക്കും. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.